നല്ലയൊരു വിദ്യാർത്ഥിയാകാൻ ഞങ്ങൾക്ക് പിന്തുടരേണ്ട രീതികൾ എന്തെല്ലാമാണ്? നല്ല വിദ്യാർത്ഥികളാകണമെന്ന് വരികിൽ നിങ്ങൾ എല്ലാ വിധത്തിലും തുറവിയുള്ള ആളുകളായിരിക്കണം. ഓപ്പൺനെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കടിക്കുന്നവരാകരുത്. അതേസമയം നിങ്ങളുടെ ശാരീരികമായ വളർച്ച, നിങ്ങളുടെ മാനസികമായ വളർച്ച, നിങ്ങളുടെ ആത്മീയമായ വളർച്ച, ഇതിനു വേണ്ടി എന്തെല്ലാം കിട്ടുന്നു അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ വളർച്ചയുടെ തലമുള്ളത് ഒന്നാമത്തത് വീടാണ്, കുടുംബം. അപ്പനും അമ്മയും അവരിനിയും വിദ്യാഭ്യാസം കുറഞ്ഞവരോ നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികളില്ലാത്തവരോ ഒക്കെ ആണെന്നും കരുതി അവർക്ക് ജീവിതാനുഭവമുണ്ട്, എക്സ്പീരിയൻസ് ഓഫ് ജീവിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ തരുന്ന ആ നിർദ്ദേശങ്ങളിലെല്ലാം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകും. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തുറന്ന ഒരു മനോഭാവം, സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ലതുപോലെ ശാരീരികമായ എക്സർസൈസ് ചെയ്യുന്നവരായിരിക്കണം. ഓടണം, ചാടണം, കളിക്കണം, സൈക്കിൾ ഓടിക്കണം, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നിങ്ങൾ പരിശീലിക്കണം. ചെയ്യാവുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു ശരീരത്തിൻ്റെ. മനസ്സിനാണെങ്കിൽ നല്ലതുപോലെ അറിവ് സമ്പാദിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അത് മൊബൈൽ ഉപയോഗിക്കണം, അത് കണ്ടുകൊണ്ടിരിക്കണം, സിനിമ കാണണം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ഉടനടി സന്തോഷം നിങ്ങൾ കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതൊന്നും നമ്മളെ വളർത്തുകയല്ല. നമ്മളെ വളർത്തണമെന്ന് വരികിൽ നമ്മൾ ത്യാഗം സഹിച്ച് നമ്മൾ പഠിക്കണം, അറിവ് സമ്പാദിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട. പിന്നെ അറിവോടുകൂടി സാങ്കേതിക വിദ്യകളും സമ്പാദിക്കണം. സാങ്കേതിക വിദ്യകൾ, എന്തെങ്കിലുമൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും ഉണ്ട്, കഴിവുകൾ. ചിലർ നമ്മുടെ ചില വീടിലുള്ള ചില ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കും. ചിലർക്ക് ഇലക്ട്രിസിറ്റിയുടെ വർക്കിനെ കുറിച്ചുള്ള അറിവായിരിക്കാം, ചിലർക്ക് അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യണം. യൂറോപ്പിലൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ശീലമുള്ളവരാണ്. എനിക്കൊരു വികാരിച്ചനുണ്ടായിരുന്നു. അദ്ദേഹം പ്ലംബറായിട്ട് ജോലി ചെയ്യും. അദ്ദേഹം കറണ്ടിന് എന്തെങ്കിലും പോയാൽ ഉടനെ അത് ശരിപ്പെടുത്തും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ കഴിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആ ജോലികളെല്ലാം ചെയ്യാനുള്ള ഒരു സന്നദ്ധത, മനസ്സിൻ്റെ വികാസം. പിന്നെ നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ സിനിമ അല്ലെങ്കിൽ വിനോദ കലാപരിപാടികൾ ഇതൊക്കെ സംബന്ധിക്കുന്നവരായിരിക്കണം. പാടാൻ കഴിവുള്ളവർ പാട്ട് പരിശീലിക്കണം, പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗം പരിശീലിക്കണം. അതുപോലെ തന്നെ വേറെ വരയ്ക്കാൻ കഴിവുള്ള, എൻ്റെ സെക്രട്ടറി ഒരു വരകാരനാണ്. അധികം ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ അദ്ദേഹം ഒരു പടമൊക്കെ വരയ്ക്കും. അപ്പം എനിക്ക് ചുമ്മാ കുത്തിയിരിങ്ങനെ വരയ്ക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊരു ക്ഷമാശീലം ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഉള്ള കഴിവുകളെ നിങ്ങൾ വികസിച്ചെടുക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു സ്കൂൾ വാർഷികത്തെ സംബന്ധിച്ചപ്പോൾ അവിടെ കോട്ടയം നസീർ വന്നിരുന്നു. കോട്ടയം നസീർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാൾ ഒരു ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു ആൽബം അദ്ദേഹം എനിക്ക് സമ്മാനിച്ചൊരു പുസ്തകമായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കഴിവുകളെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം. കഴിവുകളെ നമ്മൾ മുരടിപ്പിച്ച് കളയരുത്. എന്നെ പ്രസംഗം പരിശീലിപ്പിച്ചത് ആ സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് പ്രസംഗം ഞാൻ ആദ്യത്തെ പ്രസംഗം നടത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥൈര്യലേപന സ്വീകരണത്തിന്, അന്ന് അത് പ്രത്യേകമാണ് സ്വീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ തൈലാഭിഷേകം. അത് സ്വീകരിക്കാൻ ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനം കഴിഞ്ഞ് ധ്യാനിപ്പിച്ചത് പിന്നീട് കാഞ്ഞിരപ്പള്ളി ബിഷപ്പായ വട്ടക്കുഴി പിതാവ്, വട്ടക്കുഴി പിതാവായിരുന്നു. അപ്പോൾ പിതാവ് ധ്യാനിപ്പിച്ച് കഴിയുമ്പോൾ പിതാവിന് നന്ദി പറയാൻ വേണ്ടി എനിക്കൊരു കടലാസിൽ സിസ്റ്റർ നന്ദിയുടെ ഒരു പ്രസംഗം എഴുതി തന്നു. ഞാനതെല്ലാം പഠിച്ചുകൊണ്ട് വന്നു. പക്ഷേ നന്ദി പറഞ്ഞ സമയത്ത് ഞാൻ സഭാകമ്പം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ഒരു സമൂഹത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കമ്പം, ഒരു പ്രയാസം, അതാണ് സഭാകമ്പം എന്ന് പറയുന്നത്. ആ സഭാകമ്പം കൊണ്ട് എന്തു പറ്റി? ഞാനങ്ങ് കരഞ്ഞു. പ്രസംഗം കരഞ്ഞ് ഇറങ്ങിപ്പോയി. പക്ഷേ അതുകൊണ്ട് സിസ്റ്റർ എന്നെ വിട്ടില്ല. സിസ്റ്റർ പിന്നെയും എന്നെ പ്രസംഗിപ്പിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. നമ്മുടെ പുണ്യശ്ലോകനായ ദേവദാസൻ കാവുകാട്ട് പിതാവില്ലേ, പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലിക്ക്
വേറൊരു സിസ്റ്ററാണ് എനിക്ക് ഇംഗ്ലീഷിലൊരു പ്രസംഗം എഴുതി തന്നു. ഇംഗ്ലീഷിൽ ഞാൻ ആ പ്രസംഗം മനഃപാഠമാക്കിക്കൊണ്ട് പിതാവ് അവിടെ ഇരിക്കുകയാണ് സ്കൂളിൽ. ഞാൻ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് ഇടത്തെ കൈ കൊണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, മോൻ നന്നായിട്ട് പറഞ്ഞു, നീ ഒരു നല്ല പ്രസംഗകനാവുമെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രസംഗം നമുക്ക് പരിശീലിക്കണം, സാധിക്കണം. എനിക്ക് പാട്ടിനൊരു പരാജയം ഉണ്ടായി, അത് പറയണം. പാട്ട് ഞാൻ സെമിനാരി പഠിപ്പിച്ചായിരുന്നു. പാട്ട് പരിശീലിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ എന്നാച്ചാ അതിന് പറയുന്നത്, ദോറേമി ഫാസോൾ എന്നാച്ചാ അതിൻ്റെ കരുക്കളെ പഠിപ്പിക്കും. അല്ലെങ്കിൽ സരിഗമപ്പാന്നില്ലേ, അത് പഠിപ്പിക്കും. ഇപ്പോൾ സരിഗമപ്പ അല്ലേ ഞങ്ങളെ ഇംഗ്ലീഷിലെ ദോറമി ഫാൾന്ന് പറഞ്ഞുള്ളതാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു. അപ്പോൾ അതിന് 2 പരീക്ഷയുണ്ട്. ഒന്ന് തിയറി, എഴുത്ത് പരീക്ഷ, പാട്ടിനെക്കുറിച്ചുള്ള തത്വങ്ങളൊക്കെ. രണ്ടാമത്തേത് പാട്ട് പാടി കേൾപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ എഴുത്ത് പരീക്ഷയ്ക്ക് എനിക്ക് 10ൽ 9.5 മാർക്ക്, നല്ല മാർക്കാണ്, 10ലെ മാർക്ക്. അപ്പം ഞാൻ വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഓറലായിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഒരു പീസ് എടുത്ത് തരും, പാടാൻ പറയും. ഞാൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്കിടുന്ന അച്ഛൻ പറഞ്ഞ്, ഓ അറ്റ്ലീസ്റ്റ് ദർ ഈസ് സൗണ്ട്, എന്തൊക്കെ ആയാലും സ്വരമുണ്ട്, പാട്ട് മോശമാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എനിക്ക് തോക്കാനുള്ള മാർക്ക് കിട്ടും, ഓറലിൽ നിന്ന് 4 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ ഉണ്ടിരുന്ന അച്ഛൻ എന്നോട് സിമ്പതി തോന്നിയിട്ട് പറയും, ഓ അങ്ങനെ ജയിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞ് 4.5 മാർക്ക് തന്നു. അങ്ങനെ 4.5 കെട്ടി 2 കൊണ്ട് ഞാൻ ജയിച്ചു. റിട്ടണ് 9.5, ഓറലിന് 4.5. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇപ്പോൾ ഒരു പാട്ടുകാരനൊന്നും ആകുകയല്ലെന്ന് ഓർത്തു. അങ്ങനെ നിരാശയൊന്നുമില്ല, അതങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പരാജയം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്, ഏറ്റവും മൂത്തല്ല, എന്നേക്കാൾ മൂത്ത ജ്യേഷ്ഠനാണ് ഫാദർ ജോസ് ആലഞ്ചേരി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ അതിരൂപതയിലെ ഒരു വൈദികനാണ് ജോസ് ആലഞ്ചേരി അച്ഛൻ, എൻ്റെ ചേട്ടനാണ്. അദ്ദേഹം ഭയങ്കര ഗായകനാണ്. എൻ്റെ അനുജനൊരച്ഛനുണ്ട്, ഫ്രാൻസിസ് ആലഞ്ചേരി. അദ്ദേഹം സലേഷ്യൻ സഭയിലാണ്. അദ്ദേഹം അവരുടെ കൊയറിൻ്റെ ലീഡറാണ്. അങ്ങനെ 2 സഹോദരന്മാരുടെ ഇടയ്ക്കാണ് ഞാൻ ഒരു പരാജയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ മനസ്സിലൊക്കെ ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഞാൻ പാട്ട് ഒരു തരമൊക്കെ പാടാൻ പഠിച്ചത് എപ്പോഴാണെന്നറിയാമോ? തക്കലയിൽ ചെന്നപ്പോഴാണ്. തക്കലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുർബാന തമിഴിൽ പാടുന്ന ഒരു ശൈലിയുണ്ട് അവിടെ. അപ്പോൾ തമിഴിൽ ഞാൻ പാടി, അവരെന്നെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു, പാടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ പാടിയിട്ട് വലുതായിട്ട് ശരിയായില്ല. അത് കാരണം എൻ്റെ അസുഖത്തിൻ്റെ ഒരു കാരണമുണ്ട്, പിന്നെ പ്രായത്തിൻ്റെ ഉണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അന്ന് ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു. അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പാടിയാലും പാട്ട് ശരിയാകുമെന്ന്. അങ്ങനെ പാടിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പായിട്ട് എറണാകുളത്തിരുന്നപ്പോൾ അവരുടെ പാട്ട് പാടിയപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് നല്ല സ്വരമാണല്ലോ എന്ന് അവർ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുതിർന്നവരോടും ഒരു കുട്ടിയെയും നിരുത്സാഹപ്പെടുത്തരുത്. ഏതെങ്കിലും കഴിവുകേട് കാണിച്ചാലും നീ പൊട്ടനാണല്ലോടാ, അല്ല നീ ഇങ്ങനെയാണോ പാടുന്നത്, അങ്ങനെ പറയരുത്. നന്മ മാത്രം പറയുക. അങ്ങനെ നന്മ പറഞ്ഞ് കുട്ടികളെ വളർത്താൻ സാധിക്കും. നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഒരു കോക്കറി കാണിച്ചാൽ ഉടനെ അവനെ ഇല്ലാതാക്കുന്ന രീതിയിൽ പറയരുത്. സാരയില്ലെന്ന് പറയണം, ആശ്വസിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരസ്പര പ്രോത്സാഹനം നമുക്കുണ്ടാകണം. വിദ്യാർത്ഥി ആകാനായിട്ട് ഞാൻ പറഞ്ഞ തുറവി, കഴിവുകൾ വികസിപ്പിക്കണം. നമ്മൾ വഴിവിട്ട് പോയിട്ടില്ല, കഴിവുകളെല്ലാം വികസിപ്പിച്ചെടുക്കണം. ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക. പിന്നെ ഓർത്തിരിക്കുക, നിങ്ങളിൽ എല്ലാവരും ഒത്തിരി കഴിവുകളുണ്ട്. അത് തൊമ്മനുള്ളതായിരിക്കുകയല്ല ചാണ്ടിക്കുള്ളത്, അല്ലെങ്കിൽ കത്രീനയ്ക്കുള്ളതായിരിക്കുകയല്ല മേഴ്സിക്കുള്ളത്. അത് ഓരോരുത്തരുടെയും കഴിവുകളെ ഡിസ്കവർ ചെയ്തെടുക്കണം. അവരവരുടെ കഴിവുകളനുസരിച്ച് വികസിച്ചാൽ മതി. നമ്മളാരും വിചാരിക്കരുത് എനിക്ക് യേശുദാസ് ആകണം, അല്ലെങ്കിൽ എനിക്ക് മോഹൻലാൽ ആകണം. അതൊന്നും പറ്റിയല്ല. നിങ്ങൾക്ക് നിങ്ങളാകാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ലയോ മാർപ്പാപ്പയാകണം, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ എനിക്ക് സോണിയാഗാന്ധി ആകണം, അതും ആവശ്യമില്ല. എല്ലാവരും അവരവരായിരിക്കുന്നതിൽ വളർന്നു വരിക. നിങ്ങളായിട്ട് വളരണം. നമ്മുടെ മറ്റൊരാളുടെ പതിപ്പായിട്ട് മാറാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക. ഏത് കഴിവാണ്?
ഉദാഹരണത്തിന് ഒരു കാലത്തുണ്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഒരു വിചാരം, എൻ്റെ മകൻ എൻജിനീയർ ആകണം, എൻ്റെ മകൻ ഡോക്ടറാകണം, അല്ലെ എൻ്റെ മകൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആകണം, എൻ്റെ മകൾ ഒരു നേഴ്സാകണം. ഇപ്പോൾ എല്ലാവരും നേഴ്സിംഗ് പഠിത്തുക, ആയിക്കോട്ടെ, ജോലി കിട്ടാൻ അതേ മാർഗം ഉള്ളെങ്കിൽ ചെയ്യുകയല്ല, ഇപ്പം എന്നെ എടുക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു രീതി അതല്ല നമുക്ക് വേണ്ടത്. എൻ്റെ കഴിവ് എന്നാണ്? കുത്തിവെക്കാൻ അറിയാൻ മേലാത്തോളം നേഴ്സായിട്ട് നടന്നാൽ വല്ല ഗുണമുണ്ട്? ഞാനൊരിക്കൽ ഒരു ആശുപത്രിയിൽ ചെന്നു. എൻ്റെ രക്തം എടുക്കാനായിട്ട് ഒരു നേഴ്സ് വന്ന് കുത്തി, പിന്നെ കിട്ടിയില്ല. രണ്ടാമത്തെ ആൾ വന്നു, ആകപ്പാടെ അവിടെ നിന്നെല്ലാം രക്തം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇത് ശരിയാകുന്നില്ല. ഡോക്ടർ തന്നെ വന്നിട്ട് പിന്നീട് കുത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് പഠിച്ചെടുക്കണം. നമ്മൾ വിദ്യ അറിയാതെ പിന്നെ കാര്യം നടത്താൻ പോയാൽ ശരിയാകില്ല. അത് അങ്ങനെ ആയിരിക്കണം. നമ്മളെ ഡോക്ടർമാരെ പറ്റി പോലും ഓടംകൊല്ലി വൈദ്യൻ എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് വൈദ്യം പഠിക്കാതെ പരിശീലിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് നിങ്ങൾ വളരാൻ ശ്രമിക്കുക. പിന്നെ ഓർത്തിരിക്കുക, എല്ലാ കഴിവുകളും നമുക്ക് തന്നിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു വേണം കഴിവാൻ.